my dear and dearest ones. Welcome to Eager Learning. നിങ്ങളുടെ ശ്രീലക്ഷ്മി മിസ് ആണ്. ഇന്നത്തെ ക്ലാസ് നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണല്ലേ, എക്സാമിന് ഷുവർ ഷോർട്ട് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഏത് ചാപ്റ്ററിൽ നിന്നാണ്? മിക്ക മക്കളും ടെൻഷൻ അടിക്കുന്ന അല്ലെങ്കിൽ കൺഫ്യൂഷൻ പറയുന്ന ഒരു ചാപ്റ്റർ ആണ് നോമൻക്ലേച്ചർ ഓഫ് ഓർഗാനിക് കോമ്പൗണ്ട്സ് ആൻഡ് ഐസോമറിസം. എന്നാൽ ഈ ചാപ്റ്റർ എന്ന് പറയുന്നത് ഇറ്റ് ഇസ് എ വെരി സിമ്പിൾ ചാപ്റ്റർ. ഇതിൽ നിന്ന് സ്ഥിരം ചോദിക്കുന്ന കുറച്ച് ചോദ്യങ്ങളുണ്ട്. ആ ചോദ്യങ്ങൾ മാത്രം പഠിച്ചാൽ മതി, നിങ്ങൾക്ക് എക്സാമിന് നല്ല മാർക്കിന് സ്കോർ ചെയ്യാൻ സാധിക്കും. ഞാൻ ഗ്യാരണ്ടി തരുവാണ്. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്ന ചോദ്യങ്ങളുടെ പാറ്റേൺ തന്നെയാണ് ഈ വരാൻ പോകുന്ന എക്സാമിൽ നിങ്ങളുടെ അടുത്ത് ചോദിക്കുന്നുണ്ടാവുക കേട്ടോ. സോ നമുക്ക് എന്ത് ചെയ്യാം, ആദ്യത്തെ ചോദ്യത്തിലേക്ക് പോവാം. നിങ്ങൾക്ക് സ്ഥിരം നിങ്ങൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ ഒന്ന് എടുത്ത് നോക്കിക്കേ, അതിന് സ്ഥിരം കാണുന്ന ഒരു ചോദ്യമാണ്. ഒരു സ്ട്രക്ചർ തന്നിട്ട് ആ സ്ട്രക്ചർ റിലേറ്റഡ് ആയിട്ട് ABCD എന്ന് പറഞ്ഞിട്ട് നമുക്ക് കുറച്ച് ഓപ്ഷൻസ് തരും. അതിന്റെ ആൻസേഴ്സ് എഴുതാൻ ചോദിക്കാറുണ്ട് അല്ലേ. ഇതേപോലത്തെ ഒരു സ്ട്രക്ചർ തന്നാൽ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് ഫോളോ 3 സ്റ്റെപ്സ്. 3 സ്റ്റെപ്പുകൾ നിങ്ങൾ ഫോളോ ചെയ്യാം. ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് ആ സ്ട്രക്ചറിലുള്ള ലോങ്സ്റ്റ് ചെയിൻ കണ്ടെത്തുക. ദ സെക്കൻഡ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഐഡന്റിഫൈ ദ ബ്രാഞ്ച്, ശാഖ ഏതാണെന്ന് മാർക്ക് ചെയ്യാം. മൂന്നാമത്തെ സ്റ്റെപ്പ് എന്ത് ചെയ്യണം, നമ്മൾ നമ്പറിംഗ് ചെയ്യണം അല്ലെ. നമ്പറിംഗ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ബ്രാഞ്ചിന് ചെറിയ സംഖ്യ കിട്ടുന്ന രീതിയിലായിരിക്കണം നമ്പർ ചെയ്യേണ്ടത്. അപ്പൊ നിങ്ങൾ വിചാരിക്കും മിസ് ക്വസ്റ്റ്യൻ ഒന്നും വായിച്ചില്ലല്ലോ. ക്വസ്റ്റ്യൻ വായിച്ചില്ലെങ്കിലും സ്ട്രക്ചർ കണ്ടാൽ ആദ്യം തന്നെ ഈ 3 സ്റ്റെപ്പുകൾ നമ്മൾ എന്ത് ചെയ്യാണ്, ഫോളോ ചെയ്യാൻ പോവാണേ. സോ ഞാൻ ആദ്യത്തെ സ്റ്റെപ്പ് എന്താണ്, ലോങ്സ്റ്റ് ചെയിൻ മാർക്ക് ചെയ്യാനാണ്. ഞാൻ മാർക്ക് ചെയ്തിട്ടുണ്ട്. സെക്കൻഡ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ബാക്കിയുള്ളത് ആരാണ്, CH3 എന്ന് പറയുന്ന ബ്രാഞ്ച് ആണല്ലേ. ആ ബ്രാഞ്ചിനെ ഞാൻ പെട്ടെന്ന് ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ സർക്കിൾ ചെയ്ത് വെച്ചിട്ടുണ്ട്. മൂന്നാമത്തെ സ്റ്റെപ്പ് എന്താണ്, നമ്പർ ചെയ്യണം. നമ്പർ ചെയ്യുമ്പോൾ നമ്മുടെ ഈ ബ്രാഞ്ചിന് എന്താണ്, ചെറിയ നമ്പർ കിട്ടുന്ന രീതിയിലായിരിക്കണം നമ്മൾ നമ്പർ ചെയ്യേണ്ടത് അല്ലെ. ഈ ഒരു എക്സാമ്പിൾ എടുക്കുകയാണെങ്കിൽ ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലേക്ക് നമ്പർ ചെയ്താലും റൈറ്റിൽ നിന്ന് ലെഫ്റ്റിലേക്ക് നമ്പർ ചെയ്താലും നമുക്ക് സെയിം നമ്പർ തന്നെയാണ് വരുന്നത്. 1 2 3 മൂന്നാമത്തെ പൊസിഷനിൽ തന്നെയാണ് വരിക അല്ലെ. ഇവിടെ നോക്കിക്കേ 1 2 3 സെയിം നമ്പർ തന്നെയാണ് വരുന്നത്. സോ ഞാൻ അതിൽ ഏതെങ്കിലും ഒരു മെത്തേഡ് ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട്, യൂസ് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യേണ്ടത് ഫൈൻഡ് ദ നമ്പർ ഓഫ് കാർബൺ ആറ്റംസ് പ്രസന്റ് ഇൻ ദ മെയിൻ ചെയിൻ. പ്രധാന ചെയിനിലെ കാർബൺ ആറ്റങ്ങളുടെ എണ്ണം കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുണ്ട് അല്ലെ. ഓൾറെഡി നമ്മൾ മാർക്ക് ചെയ്തു. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇങ്ങനെ ഒരു സ്ട്രക്ചർ തന്നാൽ 3 സ്റ്റെപ്പ് നിങ്ങൾ ഫോളോ ചെയ്തതിനു ശേഷം ഓരോരോ ക്വസ്റ്റ്യൻ വായിച്ചേ നിങ്ങൾ എന്താണോ വരച്ചിരിക്കുന്നത്, നിങ്ങൾ എന്താണോ മാർക്ക് ചെയ്തിരിക്കുന്നത്, അത് തന്നെയാണ് ആ ഓപ്ഷനിലും ചോദിച്ചിട്ടുണ്ടാവുക കേട്ടോ. സോ ഇവിടെ മെയിൻ ചെയിനിലെ എത്ര കാർബൺ ആറ്റംസ് ഉണ്ടെന്ന് ചോദിച്ചു. നമ്മൾ ഇവിടെ ഓൾറെഡി മാർക്ക് ചെയ്തിട്ടുണ്ട്. 1 2 3 4 5 ടോട്ടൽ നമുക്ക് എത്ര കാർബൺ ആറ്റംസ് ഉണ്ട്, 5 കാർബൺ ആറ്റംസ് ഉണ്ടെന്ന് നമുക്ക് എഴുതാൻ സാധിക്കും. ഇനി അടുത്ത ഓപ്ഷനിലേക്കാണ്. ഓപ്ഷൻ ബി ചോദിച്ചത് എന്താണ്, ഐഡന്റിഫൈ ദ ബ്രാഞ്ച് ആൻഡ് റൈറ്റ് ദ നെയിം. നമ്മളിവിടെ ബ്രാഞ്ച് മാർക്ക് ചെയ്തിട്ടുണ്ട് അല്ലേ. ഏതാണ് ബ്രാഞ്ച്, CH3 എന്ന് പറയുന്നതാണ് ബ്രാഞ്ച്. അപ്പൊ ബ്രാഞ്ചിന്റെ പേര് എന്താണ് വരുന്നത്, ഇറ്റ് ഈസ് മീഥൈൽ. ഞാൻ മീഥൈൽ എന്ന് പറയാൻ കാരണം CH3 ഒരു കാർബൺ ആറ്റമേ ഉള്ളൂ, മെത്ത് എന്നാണ് വരേണ്ടത്. എന്നാൽ ബ്രാഞ്ച് എഴുതുമ്പോൾ നമ്മൾ എങ്ങനെയാണ് എഴുതേണ്ടത്, മീഥൈൽ എന്ന് തന്നെയാണ് എഴുതേണ്ടത് കേട്ടോ. മെത്ത് എന്ന് എഴുതിയ മാർക്ക് കിട്ടില്ല, മീഥൈൽ എന്ന് തന്നെ എഴുതാം. ഇനി അടുത്ത ചോദ്യം, ഫൈൻഡ് ദ പൊസിഷൻ ഓഫ് ദ ബ്രാഞ്ച്. നോക്കിക്കേ 1 2 മൂന്നാമത്തെ കാർബൺ ആറ്റത്തിലാണ് എന്തുള്ളത്, ബ്രാഞ്ച് ഉള്ളത്. അതുകൊണ്ട് നമുക്ക് പറയാം ദ പൊസിഷൻ ഓഫ് ദ ബ്രാഞ്ച് ഇറ്റ് ഈസ് 3 എന്ന് പറയാം അല്ലെ. ഇവിടെ ചോദിച്ച 3 മാർക്കിന്റെ ചോദ്യവും എന്ത് തന്നെയാണ്, നമ്മൾ ഓൾറെഡി മാർക്ക് ചെയ്ത ആ സ്റ്റെപ്പ് വൈസ് മാർക്ക് ചെയ്തതിൽ നിന്ന് തന്നെയാണ് ചോദിച്ചിരിക്കുന്നത്. ഇനി അടുത്ത ചോദ്യം, റൈറ്റ് ദ IUPAC നെയിം. IUPAC നാമം എഴുതാൻ പറഞ്ഞിട്ടുണ്ട്. അവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ആദ്യം നമ്മൾ എഴുതേണ്ടത് എന്താണ്, പൊസിഷൻ ഓഫ് ദ ബ്രാഞ്ച് ആണ് അല്ലെ. പിന്നെ ഒരു ഹൈഫൻ ഇടുന്നു, ബ്രാഞ്ചിന്റെ പേര് എഴുതുന്നു, പിന്നെ അതിനുശേഷം ലോങ്സ്റ്റ് ചെയിനിന്റെ ആൽക്കെയിൻ ആയിട്ട് നമ്മൾ എഴുതുന്നു. ഇവിടെ നോക്കിക്കേ മൂന്നാമത്തെ പൊസിഷൻ ആണ് ഞാൻ ഇവിടെ എഴുതുക കേട്ടോ. മൂന്നാമത്തെ പൊസിഷനിൽ നമുക്ക് എന്ത് ബ്രാഞ്ച് ഉണ്ട്, മീഥൈൽ ബ്രാഞ്ച് ഉണ്ട്. സോ ഞാൻ എന്ത് ചെയ്തു, 3 മീഥൈൽ എന്ന് എഴുതിയിട്ടുണ്ട്. ഇനി മെയിൻ ചെയിനിൽ 5 കാർബൺ ആറ്റംസ് ആയതുകൊണ്ട് മെത്ത് പെയിന്റ്. അപ്പൊ ഇതിന്റെ പേരെന്താ വരുന്നത്, 3 മീഥൈൽ പെയിന്റ് എന്നാണ് വരുന്നത്. അത് എന്തുകൊണ്ടാണ് ഞാൻ പെയിന്റ് എന്ന് എഴുതാൻ കാരണം, നോക്കിക്കേ ഈ 5 കാർബൺ ആറ്റങ്ങളുടെ ഇടയിലും എന്ത് തന്നെയാണ്, സിംഗിൾ ബോണ്ട് തന്നെയാണ്. മൂന്നാമത്തെ പൊസിഷനിൽ എന്തുണ്ട്, CH3 ബ്രാഞ്ച് ഉണ്ട്. അതുകൊണ്ട് ഈ IUPAC നെയിം വരുന്നത് 3 മീഥൈൽ പെന്റീൻ എന്നാണ് കേട്ടോ. ഇത് തന്നെയാണ് നമ്മൾ മലയാളത്തിലും എഴുതുന്നത്, 3 മീഥൈൽ പെന്റീൻ എന്ന് എഴുതുന്നു. അങ്ങനെയാണെങ്കിൽ അടുത്തൊരു ചോദ്യം, നേരത്തെ നമ്മൾ കണ്ടൻസ്ഡ് ഫോർമുല ആയിരുന്നു കണ്ടത് അല്ലെ. ഇവിടെ നമുക്ക് എന്തല്ല, കണ്ടൻസ്ഡ് ഫോർമുല അല്ല തന്നത്, സ്ട്രക്ചറൽ ഫോർമുലയാണ് തന്നത്. എന്ത് തന്നാലും നമ്മൾ പഠിച്ച കാര്യങ്ങൾ തന്നെ അപ്ലൈ ചെയ്താൽ മതിയടാ. ഇവിടെ ചോദിച്ചത് എന്താണ്, വാട്ട് ഇസ് എ മോളിക്കുലർ ഫോർമുല, തന്മാത്ര സൂത്രം എന്താണെന്നാണ് ചോദിച്ചത്. എങ്ങനെയാണ് നമ്മൾ മോളിക്കുലർ ഫോർമുല കണ്ടെത്തുക, ജസ്റ്റ് കൗണ്ട് ദ നമ്പർ ഓഫ് കാർബൺ ആറ്റംസ് ആൻഡ് ഓൾസോ ദ നമ്പർ ഓഫ് ഹൈഡ്രജൻ ആറ്റം. ഇവിടെ മൊത്തം എത്ര കാർബൺ ആറ്റം ഉണ്ട്, നമുക്ക് 1 2 3 4 അല്ലേ. ഇതാ നോക്കിക്കേ 1 2 3 4 കാർബൺ ആറ്റംസ് ഉണ്ട്. ഇനി എത്ര ഹൈഡ്രജൻ ആറ്റംസ് ഉണ്ട്, 1 2 3 4 5 6 ടോട്ടൽ വി ആർ ഹാവിംഗ് 6 ഹൈഡ്രജൻ ആറ്റം. സോറി ഹൈഡ്രജൻ ആണ്, അപ്പൊ H6 എന്നാണ്
എഴുതേണ്ടത്. അപ്പൊ നമുക്ക് എന്ത് കിട്ടി? 4 കാർബൺ ആറ്റവും 6 ഹൈഡ്രജൻ ആറ്റവും ആയതുകൊണ്ട് C4H6 എന്നുള്ളതാണ് മോളിക്കുലർ ഫോർമുല ആയിട്ട് നമുക്ക് കിട്ടിയിരിക്കുന്നത്. ഇനി അടുത്തത് എന്താണ് ചോദിച്ചിരിക്കുന്നത്? റൈറ്റ് ദ IUPAC നെയിം. IUPAC നാമം എഴുതാൻ പറഞ്ഞിട്ടുണ്ട്. നോക്കുക, 1 2 3 4 ആയതുകൊണ്ട് നമ്മുടെ സഫിക്സ് എന്താ വരുന്നത്? ബ്യൂട്ട് എന്നാണ് വരുന്നത്. ഇനി ഏനാണോ ഈനാണോ ഐനാണോ എഴുതേണ്ടത്? ട്രിപ്പിൾ ബോണ്ട് ആയതുകൊണ്ട് ഇറ്റ് ഇസ് YNE അല്ലേ? കാരണം നമ്മുടെ ചോദ്യത്തിൽ തന്നെ തന്നിട്ടുണ്ട് ആൽക്കൈൻ ആണുള്ളത്. അപ്പൊ പേരെന്താ വരിക? ബ്യൂട്ടൈൻ. ഈ സെയിം ആളെ നിങ്ങൾക്ക് എങ്ങനെ എഴുതാം? ബ്യൂട്ട് -1 എന്നും എഴുതാം, 1 ബ്യൂട്ടൈൻ എന്ന് എഴുതാം. എങ്ങനെ എഴുതിയാലും ശരിയാണ് കേട്ടോ. ഇനി നമ്മുടെ പൊസിഷൻ അനുസരിച്ച് നമ്മൾ എന്ത് ചെയ്യാറുണ്ട്? 2 ബ്യൂട്ടൈൻ എഴുതാറുണ്ട്. അത് ഡിപ്പെൻഡ്സ് അക്കോർഡിംഗ് ടു ദ പൊസിഷൻ ഓഫ് ദ വാട്ട്, ഡബിൾ ബോണ്ട് ഓർ ട്രിപ്പിൾ ബോണ്ട് പേരിനനുസരിച്ച് മാറാറുണ്ട്. അപ്പൊ ഇതിന്റെ പേര് എന്താണ്? ബ്യൂട്ടൈൻ എന്നാണ് വന്നത്. 2 മാർക്കല്ലേ നമുക്ക് ഈസി ആയിട്ട് കിട്ടിയത്. ഇനി ഇത് മാത്രമല്ല, പരീക്ഷയ്ക്ക് എന്തും ചോദിക്കാറുണ്ട്. ഹോമോലോഗസ് സീരീസ് എന്ന് പറയുന്ന ടോപ്പിക്കിൽ നിന്ന് ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. നോക്കിക്കേ, ഫൈൻഡ് ദ ഹോമോലോഗസ് സീരീസ് അമംഗ് ദ ഹൈഡ്രോകാർബൺസ്. ഇവിടെ നമുക്ക് 1 2 3 4 5 5 ഹൈഡ്രോകാർബൺസ് തന്നിട്ടുണ്ട്. അതിൽ നിന്ന് ഹോമോലോഗസ് സീരീസിനെ സെലക്ട് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. നമ്മൾ പഠിച്ചൊരു കാര്യമാണല്ലേ, ഹൈഡ്രോകാർബൺസിനെ നമ്മൾ 3 ആയിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്? യെസ്, ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ആൽക്കെയിൻസ്. ആൽക്കെയിൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? കാർബൺ ആറ്റങ്ങളുടെ ഇടയിൽ സിംഗിൾ ബോണ്ട് ആണ്. ആൻഡ് ദ ജനറൽ ഫോർമുല ആയിട്ട് CnH2n+2 ആണ്. വാട്ട് അബൌട്ട് ആൽക്കീൻ? ആൽക്കീൻ ആണെങ്കിൽ കാർബൺ ആറ്റങ്ങളുടെ ഇടയിൽ ഡബിൾ ബോണ്ട് ആണ്. ആൻഡ് ദ ജനറൽ ഫോർമുല ആയിട്ട് CnH2n. ഇനി ആൽക്കൈൻസ് എന്ന് പറഞ്ഞാലോ, കാർബൺ ആറ്റങ്ങളുടെ ഇടയിൽ ട്രിപ്പിൾ ബോണ്ട് ആണ്. ആൻഡ് ദ ജനറൽ ഫോർമുല ആയിട്ട് CnH2n-2 ആണ്. ഹോമോലോഗസ് സീരീസ് നമ്മൾ എടുക്കുകയാണെങ്കിൽ ആൽക്കീനുകൾ എല്ലാം ഒരു ഹോമോലോഗസ് സീരീസ് ആണ്. ആൽക്കീനുകൾ എന്നത് ഹോമോലോഗസ് സീരീസ് ആണ്. ആൽക്കൈനുകൾ എന്താണ്? നെക്സ്റ്റ് ഹോമോലോഗസ് സീരീസ് ആണ് അല്ലേ. അവരുടെ പ്രത്യേകത എന്താണ്? തൊട്ടടുത്തടുത്തുള്ള കാർബൺ ആറ്റംസിന്റെ ഇടയിൽ CH2 ഡിഫറൻസ് ഉണ്ടായിരിക്കണം. സോ നിങ്ങളെല്ലാം നോക്കിക്കേ, ഇവിടെ നമ്മുടെ ഹോമോലോഗസ് സീരീസിൽ വരുന്നത് ആരൊക്കെയാണ്? C3H6 ഞാൻ എടുത്തിട്ടോ. C3H6 എന്ന് പറഞ്ഞാൽ CnH2n ആണ്. ദാറ്റ് മീൻസ് ഇറ്റ് ഇസ് ആൻ ആൽക്കീൻ. അപ്പൊ ഞാൻ C3H6 എടുത്തു. ഇനി തൊട്ടടുത്തുള്ള ആൾ എങ്ങനെയാണ്? CH2 ഡിഫറൻസിലാണ് വരേണ്ടത്. അപ്പൊ നമുക്ക് എങ്ങനെ എഴുതാം? അടുത്തത് C4H8 ആണ് വേണ്ടത്. ഇവിടെ ഉണ്ട് അല്ലേ. അടുത്തത് നോക്കിക്കേ, C5H10 ആണ് വേണ്ടത്. ദാറ്റ് മീൻസ് the given three hydrocarbons are comes under the same category അല്ലെങ്കിൽ സെയിം ഹോമോലോഗസ് സീരീസ് ആണെന്ന് നമുക്ക് പറയാൻ സാധിക്കും. ഇനി ഇതിന്റെ ഹോമോലോഗസ് സീരീസ് ഇവിടെ ഉണ്ടോ? ഇല്ല അല്ലെ. ഇതിന്റെ ഹോമോലോഗസ് സീരീസ് എന്ന് പറയുന്നത് CH2 ഡിഫറൻസ് ഉള്ള ആളായിരിക്കണം. ഇതിന്റെ ഹോമോലോഗസ് സീരീസ് അവിടെ ഉണ്ടോ? ഇല്ല. അതിന്റെ തൊട്ടടുത്തുള്ള ഹോമോലോഗസ് സീരീസ് അല്ലെങ്കിൽ ഹൈഡ്രോകാർബണേറ്റ് നമ്മുടെ ചോദ്യത്തിൽ നമുക്ക് തന്നിട്ടില്ല. സോ ഈസി ആയിട്ട് നമ്മൾ കണ്ടെത്തി. 1 മാർക്കിനും 2 മാർക്കിനും ഹോമോലോഗസ് സീരീസിൽ നിന്ന് ചോദ്യം ചോദിക്കാറുണ്ട്. അങ്ങനെയാണെങ്കിൽ ജസ്റ്റ് കമന്റ് ദിസ് ഇൻ ദ കമന്റ് ബോക്സ്. ഇവിടെ ചോദിച്ചത് എന്താണ്? ഐഡന്റിഫൈ ദ ആൽക്കീൻ അമംഗ് ദ ഗിവൺ ഹൈഡ്രോകാർബൺസ്. നമുക്ക് 4 എക്സാമ്പിൾസ് തന്നിട്ടുണ്ട്. ഇതിൽ നിന്ന് ആൽക്കീനിനെ കണ്ടെത്തണം. I will give you a clue. CnH2n എന്ന് പറയുന്നത് എന്താണ്? ആൽക്കീനിന്റെ ജനറൽ ഫോർമുലയാണ്. അങ്ങനെയാണെങ്കിൽ ഈ തന്നതിൽ ഏതാണ് ഹൈഡ്രോകാർബൺ ആൽക്കീൻ വരുന്നത് എന്നുള്ളത് താഴെ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക. ആൻഡ് ഓൾസോ എക്സാം നിങ്ങൾ നന്നായിട്ട് എഴുതണം. എക്സാമിന് നമ്മുടെ ഓർഗാനിക് കെമിസ്ട്രിയിൽ ചോദിക്കുന്നത് ഫങ്ഷണൽ ഗ്രൂപ്പ് വരെയാണ്. ഈച്ച് ആൻഡ് എവറി ഫങ്ഷണൽ ഗ്രൂപ്പ് ഏതൊക്കെയാണ്, എന്തൊക്കെ സ്ട്രക്ചേഴ്സ് ആണ് വരിക, അവരുടെ പേര് എങ്ങനെയാണ് എഴുതുക എന്നുള്ളത് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? നമ്മുടെ ലൈവ് ക്ലാസ്സുകളിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. സോ മറ്റന്നാൾ 20 ക്വസ്റ്റ്യൻസ് ആയിട്ട് ഞാൻ എന്ത് ചെയ്യുന്നുണ്ട്? ലൈവ് സെഷൻ വരുന്നുണ്ട്. സോ നിങ്ങൾ എല്ലാവരും ലൈവിൽ ജോയിൻ ചെയ്യുക. നിങ്ങൾക്ക് 100% യൂസ്ഫുൾ ആയിരിക്കും. സോ എക്സാം നിങ്ങൾക്ക് എല്ലാവർക്കും നന്നായിട്ട് എഴുതാൻ പറ്റട്ടെ. ഓൾ ദി വെരി ബെസ്റ്റ്. ലൈവിൽ കാണാം. ബൈ.